എറണാകുളം കോതമംഗലം വെറ്റിലപ്പാറയിൽ കനത്ത മഴയിൽ വീട് തകർന്നു. വീട്ടിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റു. പാറാടിയിൽ കനാലിൽ വീണ് ഒരാൾ മരിച്ചു. പാറാടി സ്വദേശി അയ്യപ്പനാണ് മരിച്ചത്. പൂയംകുട്ടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനായി തെരച്ചിൽ തുടരുകയാണ്. കുട്ടമ്പുഴ മണികണ്ഠൻചാൽ സ്വദേശി ബിജുവിനെയാണ് കാണാതായത്. ആദ്യകാലം മുതൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇവിടെ വീട് കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല. ആ വീടുകളെല്ലാം ഇപ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. ഇനിയും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവാണ്ടിരിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ കേരള സംസ്ഥാന ഗവൺമെന്റും അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്നാണ് ഈ നിവാസികളുടെ ആഗ്രഹം. സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഇപ്പോൾ ജില്ലയിൽ മഴയുടെ അവസ്ഥ എങ്ങനെയാണ്? ഒരുപാട് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അമൃത, എറണാകുളം ജില്ലയിൽ പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. നഗരപ്രദേശങ്ങളിലെല്ലാം വെയിൽ കണ്ടു തുടങ്ങി. പക്ഷേ കിഴക്കൻ മേഖലകളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിലെല്ലാം തന്നെ ഇടവിട്ട മഴ പെയ്യുന്നുണ്ട്. മേഘാവൃതമായ ഒരു അന്തരീക്ഷം തന്നെ ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ മഴക്കെടുതികൾ ഇങ്ങനെ തുടരുന്നു എന്നുള്ളതാണ് വലിയൊരു ആശങ്കയെ തന്നെ നിലനിൽക്കുന്നത്. കോതമംഗലം വെറ്റിലപ്പാറയിൽ വീട് തകർന്നു വീണ് 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വെറ്റിലപ്പാറ സ്വദേശി കൃഷ്ണൻകുട്ടി, ഭാര്യ അമ്മിണി എന്നിവർക്കാണ് പരിക്കേറ്റത്. വളരെ കാലപ്പഴക്കം ചെന്ന ഒരു വീടായിരുന്നു ഇവരുടേത്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയെ തുടർന്ന് വീട് പൂർണ്ണമായി ഇടിഞ്ഞു വീഴുകയായിരുന്നു. വീടിനുള്ളിൽ അകപ്പെട്ട ഇവരെ നാട്ടുകാർ, സമീപവാസികളെല്ലാം എത്തിയാണ് വളരെ പണിപ്പെട്ടാണ് പുറത്തെടുത്തത്. ഇരുവരെയും പരിക്കുകളോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ അമ്മണിയുടെ പരിക്ക് അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിവരം. മറ്റൊന്ന്, മാറാടിയിൽ ഒരാൾ കനാലിൽ വീണ് മരിച്ചു എന്നുള്ളതാണ്. മാറാടി പഞ്ചായത്ത് ചന്തപ്പറമ്പിൽ അയ്യപ്പനാണ് മരിച്ചത്. ഏതാണ്ട് 20 അടി താഴ്ചയിൽ ഈ കനാലിൽ വീണ് കിടക്കുന്ന ഇദ്ദേഹത്തെ കണ്ട നാട്ടുകാർ പിന്നീട് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കായിരുന്നു. ഫയർഫോഴ്സ് എത്തി. നാട്ടുകാർ സഹകരണത്തോടു കൂടി തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നതിനെ തുടർന്ന് നദികളിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. പെരിയാർ, ഒപ്പം തന്നെ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. കുട്ടമ്പുഴ പഞ്ചായത്തുകളിൽ, പ്രത്യേകിച്ച് ആദിവാസി മേഖലകൾ ഉൾപ്പെടുന്ന കുട്ടമ്പുഴ പഞ്ചായത്തിലെ പൂയംകുട്ടിപ്പുഴ കരകവിഞ്ഞ് തന്നെ ഒഴുകുകയാണ്. പൂയംകുട്ടിപ്പുഴയിൽ ചപ്പാത്ത മുറിച്ചു കിടക്കുന്നതിനിടെ കാണാതായ മണികണ്ഠൻചാൽ സ്വദേശി ബിജുവിനായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പ്രദേശത്തെ ആദിവാസി മേഖലകൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ തന്നെയാണ്. പോലീസും ഫയർഫോഴ്സും ഒപ്പം തന്നെ NDRF സംഘവും ചേർന്നാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഏലൂർ മേഖലയിൽ വ്യാപകമായി വീടുകളിൽ വെള്ളം കയറിയിരുന്നു. ആ വീടുകളിൽ വെള്ളം കയറി, വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ്. വലിയ രീതിയിലുള്ള ദുരിതത്തിൽ തന്നെയാണ്. എന്തായാലും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ 11 ഷട്ടറുകൾ നിലവിൽ തുറന്ന അവസ്ഥയിലുമാണ്. ശരി.